മുടവൻ മുകളിൽ അവർ മുഖാമുഖം കാണുമോ? ആര്യയ്ക്ക് മേയർ പണി പോയി, യദുവിന് ഡ്രൈവർ പണിയും. ഇന്ന് പട്ടിണി മാറ്റാൻ ഭക്ഷണപ്പൊതിയുമായി യദു വീണ്ടും ഒരു ജോലിയുമായി എത്തുകയാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ നടുറോഡിൽ ഒരു സാധാരണ ഡ്രൈവറെ വിചാരണ ചെയ്ത മേയർ ആര്യ രാജേന്ദ്രനും ഇന്ന് വിശപ്പടക്കാൻ അതേ മേയറുടെ വീട്ടുപടിക്കൽ ഭക്ഷണപ്പൊതിയുമായി എത്തുന്ന യദുവും. തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുന്നത് വിധി വൈപരീത്യത്തിന്റെ കരളലിയിക്കുന്ന കാഴ്ചയ്ക്കാണ്. ആര്യ രാജേന്ദ്രന് മേയർ കസേര നഷ്ടമായതോടെ പഴയ തിരക്കുകളില്ല. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനും സാധ്യത കുറവ്. ഇതോടെ ഭർത്താവ് സച്ചിൻ ദേവിന്റെ തട്ടകമായ കോഴിക്കോട്ടേക്ക് പ്രവർത്തനം മാറ്റാൻ ആര്യ ശ്രമിച്ചെങ്കിലും തിരുവനന്തപുരത്തെ മകൾ അവിടെ വേണ്ടെന്ന് പറഞ്ഞ് CPM നേതൃത്വം കൈമലർത്തിയതായാണ് വിവരം. ആര്യയുമായുള്ള ആ ഒരൊറ്റ വാക്കേറ്റം യദുവിന്റെ ജീവിതം കട്ടപ്പുറത്താക്കി. KSRTCയിലെ ജോലി പോയി. കുടുംബം നോക്കാൻ സ്വകാര്യ ബസ്സിൽ കയറിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പിനെ വിട്ട് പണി കൊടുപ്പിച്ചു. ഒടുവിൽ പട്ടിണിയായതോടെയാണ് യദു സൊമാറ്റോ ഡെലിവറി ബോയായി മാറിയത്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇന്ന് യദു ഭക്ഷണപ്പൊതികളുമായി പായുന്നത് മുൻ മേയറുടെ വീടുൾപ്പെടെയുള്ള മുടവൻമുകൾ ഭാഗത്താണ്. ആ മുഖം അബദ്ധത്തിൽ പോലും കാണരുതേ എന്നാണ് ഓരോ തവണ മുടവൻ മുകളിലൂടെ പോകുമ്പോഴും യദുവിന്റെ പ്രാർത്ഥന. കണ്ടാൽ ഇനിയൊരു കള്ളക്കേസ് കൂടി വരുമോ എന്ന ഭീതി ആ മനസ്സിലുണ്ട്. കേസുകൾ എങ്ങും എത്താത്തതിനാൽ KSRTCയിൽ തിരികെ കയറാനും യദുവിന് പറ്റുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ യദുവിനെ മേയറുടെ ഡ്രൈവറാക്കുമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നെങ്കിലും അതൊന്നും പ്രായോഗികമായില്ല. ഭരണകൂട ശക്തിക്ക് മുന്നിൽ തകർന്നുപോയ ഒരു സാധാരണക്കാരന്റെ പോരാട്ടം ഇന്നും തുടരുകയാണ്.